ഉറുമിയിൽ നിന്ന് നേരെ സ്പിരിറ്റിലേക്കാണ്? അല്ല, ഉറുമി കഴിഞ്ഞതിന് ശേഷം ഒരു ഏകദേശം 1.5 വർഷത്തോളം നമ്മൾ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, അത് മമ്മൂക്കയും അതിൽ വില്ലനായിട്ട് പൃഥ്വിരാജും അഭിനയിക്കുന്ന ഒരു വലിയ സിനിമയായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് ശരിക്കും ആ സമയത്ത്. ഏകദേശം ഞാൻ അങ്ങനെ പെട്ടെന്ന് എഴുതുന്ന ഒരാളല്ല, വളരെ സമയമെടുത്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസർച്ചും അതൊരു പ്രോപ്പർ വൺ ലൈനിലേക്കൊക്കെ എത്തുന്ന ഒരു സമയത്തിനിടയിലാണ് സ്പിരിറ്റ് എന്നുള്ള സിനിമ രഞ്ജേട്ടൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അതിൻ്റെ അകത്ത് മുഖ്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന ശ്രീ മോഹൻലാൽ, അദ്ദേഹം രഘുനന്ദൻ എന്നുള്ള കഥാപാത്രം ചെയ്യുന്ന അതിൻ്റെ ഒരു അബ്സല്യൂട്ട്ലി ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഓപ്പോസിറ്റ് വാല്യൂസ് ഉള്ളൊരു ക്യാരക്ടറാണ് അലക്സി എന്നുള്ളത്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന ഒന്നിൽ കൂടുതൽ നടന്മാരോട് ആ കഥാപാത്രത്തിനെ കുറിച്ചും അതിൻ്റെ ഒരു കാസ്റ്റിംഗ് സമയത്തൊക്കെ ചർച്ച ചെയ്യാനുണ്ടായി. ചില പ്രത്യേക കാരണങ്ങളുണ്ട് അതിൻ്റെ കാസ്റ്റിംഗ് നടന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചും റൈറ്റിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു യാത്രക്കിടയിൽ അവിചാരിതമായിട്ട് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് അയച്ചിട്ട് അന്നൊരു രൂപമാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങേണ്ട സമയമായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം വിചാരിച്ചിരുന്ന ക്യാരക്ടറിൻ്റെ ഒരു വലിപ്പം അലക്സി കുറച്ചും കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടാണ് കുറച്ചും കൂടെയൊക്കെ അതിൻ്റെ ഡൈല്യൂട്ടഡ് ആയെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിൻ്റെ ഒരു റൈറ്റിംഗ് സമയത്തൊക്കെ നമുക്ക് അറിയാവുന്നുള്ളൊരു ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ആക്ടിങ് നമ്മൾ ചെയ്യുന്ന ഏതൊരു എക്സസൈസും പോലെ തന്നെ തോന്നിയുള്ളൂ. അപ്പം അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. പക്ഷേ അതിനകത്ത് ഉണ്ടായൊരു കാര്യം, അതുല്യരായ നടന്മാരോടൊപ്പം നിന്നൊരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോഴാണ് എന്തുമാത്രം വലിയൊരു സീമിംഗ്ലി വളരെ സുഖകരമായ, സീമിംഗ്ലി വളരെ എളുപ്പമുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു പെട്ടെന്നുള്ളൊരു പണിയാണെന്ന് തോന്നിക്കുന്ന ഒരു കാര്യമല്ല അഭിനയമെന്നും അതിനകത്തൊരു മെൻ്റൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നും അത് അവിടെ ആ ഷൂസിൽ നിന്നത് ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് ക്ലീനായിട്ടത് മനസ്സിലാകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു പ്രാക്ടിക്കലി അല്ലാതെ കിട്ടില്ലായിരുന്നു. നീ എന്തിനാ മീരെ നീ ഇൻഫർമേഷൻ മറച്ചു വയ്ക്കുന്നത്? അവൾ അറിയണ്ടേത്? വേണം, അറിയണം. പക്ഷെ പതിയെ മതിയെന്നേ. ഞാൻ ഈ കാലത്ത് വന്ന് കയറിയത് രഘുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാ. എനിക്കൊരു പേടിയില്ല രോഗത്തിൻ്റെ കാര്യത്തിൽ. 99% സർവൈവ് ചെയ്യുന്ന ഉറപ്പിലാണ് ഞാൻ. പക്ഷെ 1% ആ പേടിയുടെ പേര് പറയുക ഞാൻ വഴിയായ മീരേ സണ്ണി മാത്രമാവും. VKP സാറിൻ്റെ കൂടെ 2 ഫിലിംസ് ചെയ്തിരുന്നു, പോപ്പിൻസും ആൻഡ് സൈലൻസ്. അപ്പം സാറുമായിട്ടുള്ള ഒരു റിലേഷൻ എങ്ങനെയാണ്? സ്ക്രീൻ പ്ലേ എഴുതാനായിട്ടുള്ളൊരു ആദ്യത്തെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് VKP ആണ്. അപ്പോൾ ഞാൻ അന്ന് അനൂപ് മേനൻ എന്ന് പറയുന്ന അനൂപ് എൻ്റെ അടുത്ത ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കുകയും സിനിമകൾ കാണുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂൾ കാലഘട്ടത്തിലാണ് ഒരു സമാന മനസ്കനായ കൂട്ടുകാരനെ നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് സ്വപ്നം കാണാനും ഒക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സ്വപ്നം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രണ്ടാണ് അനൂപ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചില ആൾക്കാരെ ചില സമയത്ത് കാണുന്നതിന് ഒരു റീസൺ ഉണ്ട്. അപ്പോൾ അത് പ്രകാശനുമായിട്ട് ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി വരാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എന്നതിന് ശേഷമാണ് നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന ഒരു വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു സിനിമ ചെയ്യാനുള്ളൊരു, അത് മറ്റൊരു സംവിധായകനായിരുന്നെങ്കിൽ, മറ്റൊരു പ്രൊഡക്ഷൻ ഹൗസ് ആയിരുന്നെങ്കിൽ അത് ചെയ്യില്ല. ശ്രീ അജി മേഡയിലും VK പ്രകാശും കാണിച്ചൊരു ഭയങ്കര ധൈര്യമാണ് ശരിക്കും ഫഹദ് ഫാസിലിനെ പോലെ ഒരു ബ്രില്യൻ്റ് ആക്ടറിനെ വെച്ചിട്ട് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് നടത്താനായിട്ടുള്ളൊരു ഇൻസ്പിറേഷനായിരുന്നു. സൈലൻസ് ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു നെയിംലെസ് ക്യാരക്ടർ ചുമ്മാ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് പോയതാണ്. വെറുതെ ശ്രീ മമ്മൂക്കെ കാണാനായിട്ടൊന്നും അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അന്ന് അവിടെ എടുത്തുകൊണ്ടിരുന്നൊരു വളരെ ഇൻസിഗ്നിഫിക്കൻറ്റ് സീനിൽ ഇൻസിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ ചെയ്യുക എന്നുള്ള ഒരു തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതൊക്കെ അങ്ങനത്തെ റോൾസാണ്, മിക്കവാറും പരിചയമുള്ള സിനിമകളിലൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആക്ടിങ്ങിന് ഞാൻ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ് അതർവൈസ്.